ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. പാലക്കാട് ആവേശ കൊടുങ്കാറ്റ്, കലാശക്കൊട്ട് കളറാക്കി മുന്നണികൾ, പരസ്യപ്രചാരണം അവസാനിച്ചു. പാലക്കാട് ഒരു മാസത്തിലേറെ നീണ്ട ആവേശത്തിനൊടുവിൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. 3 മുന്നണികളുടെ കലാശക്കൊട്ടോടെയാണ് പരസ്യപ്രചാരണം അവസാനിച്ചത്. UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും വമ്പൻ റോഡ് ഷോകൾക്കാണ് ഇന്നലെ നഗരം സാക്ഷ്യം വഹിച്ചത്. 5:30-യോടെ 3 മുന്നണികളുടെയും റോഡ് ഷോകൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്നു. ഇതിനു പിന്നാലെയാണ് പാലക്കാടൻ കോട്ടയെ വിറപ്പിക്കുന്ന കലാശക്കൊട്ട് നടന്നത്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. നാളെ പാലക്കാട് വിധിയെഴുതും. ചോറി വെന്നാൽ മാന്താൻ പാണക്കാട്ടേക്ക് വരുന്നത് പുതിയ പ്രവണത. പിണറായി ആദ്യം മനുഷ്യരോട് പെരുമാറാൻ പഠിക്കട്ടെ. നാദാപുരം, പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾക്ക് പിണറായി വിജയന്റെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ചോറി വന്നാൽ മാന്താൻ പാണക്കാട്ടേക്ക് വരുന്നത് പുതിയ പ്രവണതയാണെന്നും ഇതുകണ്ട് ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുമെന്ന വിചാരം ആർക്കും വേണ്ടായെന്നും ഷാജി തുറന്നടിച്ചു. വിലാദപുരത്ത് കായിദ് മില്ലത്ത് സെന്റർ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു ഷാജി. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആയതിനാൽ ചൊറിയാൻ വരുന്നവരോട് തിരിച്ചു പറയുന്നതിൽ പരിമിതികളുണ്ടാകും. എന്നാൽ പരിമിതികൾ ദൗർബല്യമായി കണ്ട് ഇങ്ങോട്ട് കയറാൻ വന്നാൽ കടുത്ത തിരിച്ചടിയുണ്ടാകുമെന്നും ഷാജി പറഞ്ഞു. സംഘികൾക്ക് ഭരണത്തിന്റെ തണലിൽ എല്ലാ ഒത്താശയും ചെയ്യുന്ന പിണറായി സംഘികൾക്ക് നല്ല മുഖ്യമന്ത്രിയാണ്. മുനമ്പം വിഷയം ഉൾപ്പെടെ സമുദായ സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ സാദിഖലി തങ്ങൾ കാണിക്കുന്ന ജാഗ്രത അടക്കം സാധാരണക്കാർക്കുവേണ്ടി തങ്ങൾ നന്മകൾ ചെയ്യുന്നത് പിണറായിക്കു ദഹിക്കില്ല. മനുഷ്യരോട് മര്യാദയ്ക്ക് പെരുമാറാനെങ്കിലും പിണറായി പഠിക്കണം. KM ഷാജി തുറന്നടിച്ചു. റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലും മറ്റ് ആയുധങ്ങളും, ഇറാനെതിരെ പുതിയ ഉപരോധം ഏർപ്പെടുത്തി ബ്രിട്ടൻ. ലണ്ടൻ ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ബ്രിട്ടൻ. യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് ആയുധങ്ങളും നൽകിയതിനാണ് ഇറാനെതിരെ യുകെയുടെ നടപടി. ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ സെപ്റ്റംബറിൽ ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെ തുടർച്ചയാണ് പുതിയ ഉപരോധം. ആയുധങ്ങൾ കൈമാറാൻ സഹായിച്ച ഇറാന്റെ ദേശീയ വിമാന കമ്പനിയുടെയും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഷിപ്പിംഗ് കമ്പനിയുടെയും ആസ്തികൾ മരവിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനിൽ നിന്ന് മിസൈലുകൾ എത്തിച്ച പോർട്ടോലിയം 3 എന്ന റഷ്യൻ ചരക്കു കപ്പലിനെതിരെയും ഉപരോധം ഏർപ്പെടുത്തും. യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിന്റെ 1000 ദിവസം പിന്നിടുന്ന വേളയിലാണ് ബ്രിട്ടന്റെ പ്രഖ്യാപനം. ആഗോള സുരക്ഷയെ ദുർബലപ്പെടുത്താനുള്ള ഇറാന്റെ ശ്രമങ്ങൾ അപകടകരവും അസ്വീകാര്യവുമാണ്. ഇറാനിൽ നിന്ന് റഷ്യയിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ കൈമാറിയാൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ മറ്റ് രാജ്യാന്തര സഖ്യകക്ഷികൾക്കൊപ്പം ബ്രിട്ടനും നിലപാട് സ്വീകരിച്ചിരുന്നു. ഉപരോധം സംബന്ധിച്ച് UN രക്ഷാസമിതിയിൽ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ബ്രിട്ടൻ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പ്രസ്താവനയിൽ പറഞ്ഞു, US നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയിൽ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിൽ യുക്രൈനിന് മേൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് US പ്രസിഡന്റ് ജോ ബൈഡൻ നീക്കിയതിനു പിന്നാലെയാണ് റഷ്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ബ്രിട്ടന്റെ നടപടി. ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൻമോൾ US-ൽ അറസ്റ്റിൽ. ഒട്ടേറെ കേസുകളിൽ പിടികിട്ടാപ്പുള്ളി. മുംബൈ. ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരനും പിടികിട്ടാപ്പുള്ളിയുമായ അൻമോൾ ബിഷ്ണോയിയെ US-ൽ നിന്ന് അറസ്റ്റ് ചെയ്തതായി മുംബൈ പോലീസ് അറിയിച്ചു. മുൻ മന്ത്രി ബാബ സിദ്ദിഖിയെ വെടിവെച്ചുകൊന്നത് അൻമോൾ ക്വട്ടേഷൻ നൽകിയവരാണെന്ന നിഗമനത്തിലാണ് പോലീസ്. നടൻ സൽമാൻ ഖാന്റെ വീടിനു നേരെ വെടിവെച്ചതിന്റെ ഉത്തരവാദിത്തവും ഏറ്റെടുത്തിരുന്നു. കൊലപാതകം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പിടികിട്ടാപ്പുള്ളിയായ അൻമോളിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പ്രതിഫലം പോലീസ് പ്രഖ്യാപിച്ചിരുന്നു. ഇയാളെ US-ൽ നിന്ന് വിട്ടുകിട്ടാൻ ശ്രമം പുരോഗമിക്കുന്നതിനിടെയാണ് അറസ്റ്റ് ഉണ്ടായത്. നേഴ്സായ യുവതി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. മരണം വിവാഹം ഉറപ്പിച്ചിരിക്കെ. നാദാപുരം യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉണിയമ്പ്രോൾ മനോഹരൻ സനില ദമ്പതികളുടെ മകൾ ആരതി 21 ആണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. അമ്മ സനില പുറമേരി ടൗണിൽ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് ആരതിയെ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. അടുത്തിടെയാണ് ആരതിയുടെ വിവാഹം ഉറപ്പിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ആതിരയാണ് സഹോദരി. ശ്രദ്ധിക്കുക, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക. അതിജീവിക്കാൻ ശ്രമിക്കുക. ഹെൽപ്പ് ലൈൻ നമ്പരുകൾ 104712552056. കുറുവ സംഘത്തിലെ കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞ് പോലീസ്. 2 പേർ തിരുട്ട് ഗ്രാമത്തിലേക്ക് കടന്നെന്ന സൂചന. ആലപ്പുഴ. കുറുവ മോഷണം സംഘത്തിലെ കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞ് പോലീസ്. അറസ്റ്റിലായ സന്തോഷ് സെൽവത്തിന്റെ കൂട്ടാളികളായ വേലനെയും പശുപതിയെയുമാണ് തിരിച്ചറിഞ്ഞത്. മോഷണത്തിന് ശേഷം ഇരുവരും തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലേക്ക് കടന്നെന്നാണ് സൂചന. തിരുട്ട് ഗ്രാമമായ കാമാക്ഷിപുരം സ്വദേശികളാണ് ഇരുവരും. പാലായിലെ മോഷണക്കേസിൽ ഇരുവരെയും പോലീസ് പൊള്ളാച്ചിയിൽ നിന്ന് പിടികൂടിയിരുന്നു. ജൂണിലാണ് ഇവർ പിടിയിലായത്. തുടർന്ന് സന്തോഷ് സെൽവത്തോടൊപ്പമാണ് ഇവർ ജയിലിൽ കഴിഞ്ഞിരുന്നത്. 3 മാസത്തെ ജയിൽ വാസത്തിനു ശേഷം സന്തോഷിനൊപ്പം ഇവർ പിന്നീട് കൊച്ചിയിലേക്ക് താമസം മാറി. കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് ഇവർ മോഷണത്തിന് പദ്ധതിയിട്ടിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇവർ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത്. അറസ്റ്റിലായ സന്തോഷും തമിഴ്നാട് തിരുട്ട് ഗ്രാമമായ കാമാക്ഷിപുരം സ്വദേശിയാണ്. ഇന്ന് വൈദ്യുതി മുടങ്ങും.
കോടഞ്ചേരി KSEB കോടഞ്ചേരി സെക്ഷൻ പരിധിയിൽ ഇന്ന് 2024 നവംബർ 19 നെല്ലിപ്പൊയിൽ മഞ്ഞുവേൽ വാട്ടർ ടാങ്ക് ട്രാൻസ്ഫോർമർ പരിധിയിൽ ടച്ചിംഗ് ക്ലിയറൻസ് നടക്കുന്നതിനാൽ രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 2 വരെ വൈദ്യുതി മുടങ്ങും. തിരുവമ്പാടിയിൽ AMR ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ബോധവൽക്കരണ വാരാചരണം തുടങ്ങി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ലിസ നഴ്സിംഗ് സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ബോധവൽക്കരണ വാരാചരണം തുടങ്ങി. ശരിയായ ആന്റിബയോട്ടിക് ഉപയോഗം, ആന്റിബയോട്ടിക് രഹിത ഭക്ഷണവും വെള്ളവും ലഭ്യത, കാലഹരണപ്പെട്ട ആന്റിബയോട്ടിക്കുകൾ സുരക്ഷിതമായി നീക്കം ചെയ്യൽ, ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിൽ ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായാണ് ബോധവൽക്കരണ വാരാചരണം നടത്തുന്നത്. തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ AMR ബോധവൽക്കരണ കോർണർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ആന്റിബയോട്ടിക് മരുന്നുകൾ നീല കവറിൽ രോഗികൾക്ക് നൽകുന്നതിന്റെ ഉദ്ഘാടനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ചോലക്കൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ KM മുഹമ്മദ് അലി സംസാരിച്ചു. ആന്റിബയോട്ടിക് സാക്ഷരത എന്ന വിഷയത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV പ്രിയ, ഹെൽത്ത് ഇൻസ്പെക്ടർ M സുനീർ, നഴ്സിംഗ് ഓഫീസർ ഷീജ EG, മിനി VM, ലിസ നഴ്സിംഗ് സ്കൂൾ ട്യൂട്ടർ ജോബ്സി, ഫാർമസിസ്റ്റ് കമറുനിസ എന്നിവർ ക്ലാസ് എടുത്തു. ബോധവൽക്കരണ വാരാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ്, സെൽഫി കോർണർ, നീല കവർ ക്യാമ്പയിൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഫാം പ്ലാൻ വികസന പദ്ധതി ആനുകൂല്യത്തിനായി കർഷകർക്ക് അപേക്ഷിക്കാം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കൃഷിക്കൂട്ടാധിഷ്ഠിത ഫാം പ്ലാൻ വികസന പദ്ധതിയിൽ ആനുകൂല്യത്തിനായി കൊടുവള്ളി ബ്ലോക്ക് പരിധിയിൽ വരുന്ന 10 സെന്റിൽ കുറയാതെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് അതാത് കൃഷിഭവനുകളിൽ അപേക്ഷ കൊടുക്കാവുന്നതാണെന്ന് കൊടുവള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പ്രിയ മോഹൻ അറിയിച്ചു. ഓരോ കൃഷിഭവനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 15 കർഷകരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. കൃഷിക്കൂട്ടങ്ങൾക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ കൃഷിഭവനിൽ ലഭിക്കേണ്ട അവസാന തീയതി 2024 നവംബർ 23 വൈകിട്ട് 5 മണി. ശാന്തിനഗർ മുതൽ കോടഞ്ചേരി വരെയുള്ള റോഡിൽ BM പ്രവൃത്തി പൂർത്തീകരിച്ചു. കോടഞ്ചേരി ഓമശ്ശേരി ശാന്തിനഗർ കോടഞ്ചേരി പുലിക്കയം വലിയകൊല്ലി പുല്ലൂരാമ്പാറ പള്ളിപ്പടി റോഡിൽ ശാന്തിനഗർ മുതൽ കോടഞ്ചേരി വരെയുള്ള BM പ്രവൃത്തി പൂർത്തീകരിച്ചു. നേരത്തെ ടാഡിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ടാഡിംഗ് നിർത്തിയിരുന്നു. പുലിക്കയം മുതൽ എലന്തക്കട പാലം വരെയുള്ള നിർമ്മാണവും വേഗത്തിലാക്കി BM പൂർത്തീകരിക്കേണ്ടതുണ്ട്. സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്ന് 15 കോടി രൂപ അനുവദിച്ച ഓമശ്ശേരി കോടഞ്ചേരി പുലിക്കയം പുല്ലുരാമ്പാറ റോഡിന്റെ ടാഡിംഗ് പ്രവൃത്തികളാണ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗമാണ് പ്രവൃത്തി നടത്തുന്നത്. 12 കിലോമീറ്റർ റോഡ് കാപ്പാട്ടുമല സ്റ്റോപ്പിൽ ആരംഭിച്ച് കോടഞ്ചേരി, പുലിക്കയം, വലിയകൊല്ലി, തോട്ടുമുഴി വഴി പുല്ലുരാമ്പാറ ഇലന്തുകടവിൽ മലയോര ഹൈവേയിലാണ് അവസാനിക്കുന്നത്. 5.5 മീറ്റർ വീതിയിൽ BM ആൻഡ് BC നിലവാരത്തിൽ ടാഡിംഗ്, കലുങ്കുകൾ, ഡ്രെയിനേജ്, റോഡ് സുരക്ഷാ മാർഗങ്ങൾ എന്നിവയാണ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലബാർ പ്ലസ് എന്ന കമ്പനിയാണ് പ്രവൃത്തി കരാറെടുത്തിരിക്കുന്നത്. സെന്റ് ആന്റണീസ് UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി നവംബർ 26 ശലഭോത്സവം. കോടഞ്ചേരി കണ്ണോത്ത് സെന്റ് ആന്റണീസ് UP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പുതുപ്പാടി, കോടഞ്ചേരി പഞ്ചായത്തുകളിലെ അംഗൻവാടി കുട്ടികളെയും LKG, UKG വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ആക്ഷൻ സോങ്, ഇംഗ്ലീഷ്, മലയാളം, കഥ പറയൽ, കളറിംഗ്, ഫാൻസി ഡ്രസ് എന്നീ 5 ഇനങ്ങളിലാണ് മത്സരം. സ്കൂളിലെ LP, UP വിഭാഗം വിദ്യാർത്ഥികൾക്കായും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളോടൊപ്പം എത്തുന്ന അമ്മമാരെയും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അമ്മമാരെയും പങ്കെടുപ്പിച്ച് മദർ PTA നേതൃത്വത്തിൽ ആകർഷകമായ മത്സരങ്ങൾ അരങ്ങേറും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജ്മുന്നിസ ഷെരീഫ് ഉദ്ഘാടനം ചെയ്യുന്ന ശലഭോത്സവം പരിപാടിയിൽ സിനിമ സംവിധായകനും തിരക്കഥാകൃത്തുമായ റോബിൻ തിരുമല മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി 75 വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന തിരുവാതിര, മാർഗം കളി, ദപ്പമുട്ട് എന്നിവ അവതരിപ്പിക്കും. സംശയങ്ങൾക്ക് ഷേർലി VJ 9447877673, റോബിൻസൺ തോമസ് 9846311930. കിഫ ആനക്കാമ്പൊയിലിന്റെ നേതൃത്വത്തിൽ കണ്ടപ്പഞ്ചാലിൽ പ്രതിഷേധയോഗം നടത്തി. കോടഞ്ചേരി, കണ്ടപ്പഞ്ചാൽ, ആനക്കാമ്പൊയിൽ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 പുലികളെ നാട്ടുകാർ കാണുകയും ആ വിവരം 13-ാം തീയതി ഇടത്തറ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിനെയും റേഞ്ചറെയും അറിയിക്കുകയും ചെയ്തിട്ടും നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലാത്തതിനാൽ കിഫ ആനക്കാമ്പൊയിലിന്റെ നേതൃത്വത്തിൽ കണ്ടപ്പൻചാലിൽ വെച്ച് പ്രതിഷേധയോഗം ചേരുകയും സമരപരിപാടികൾ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കിഫ തിരുവമ്പാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് GG വെള്ളാവൂർ, ചാക്കോ കൊച്ചിലാത്ത്, ജോസഫ് പുറ്റുമണ്ണിൽ, ഷാജു മുട്ടത്താനി, സാബു പുതുപ്പറമ്പിൽ, മോഹൻലാൽ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.